ഇന്ത്യയിൽ വെറും വിദ്യാഭ്യാസത്തിൽ മാത്രം 10-40 വയസ്സ് വരെ ഏത് സബ്ജക്റ്റ് പഠിച്ചാലും ജീവിക്കാൻ പറ്റും. ഇപ്പോൾ കൊച്ചി പോലുള്ളൊരു സ്ഥലത്ത് ഞാൻ PhDക്ക് ചേരുമ്പോൾ എനിക്ക് കിട്ടുന്ന ഫെലോഷിപ്പ് നിങ്ങൾക്ക് കിട്ടാവുന്ന ഏത് ജോലിയേക്കാളും മാസ വരുമാനം നമുക്കുണ്ടാവും. അങ്ങനെ ഒരു 50 വയസ്സ് വരെയൊക്കെ വെറും റിസർച്ചിൽ പോവാം. നിങ്ങൾക്ക് എബ്രോഡ് പോകാനാണ് താല്പര്യമെങ്കിൽ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. വേർ യു ഗെറ്റ് എ ഫെലോഷിപ്പ് ഓഫ് 1.5 crores. ഗ്രാജുവേഷൻ വരെ കുറേ ഫെലോഷിപ്പ് ഉണ്ട്. അത് കഴിഞ്ഞ് മാസ്റ്റേഴ്സിന് അതിനേക്കാളും കൂടുതൽ ഫെലോഷിപ്പ് ഉണ്ട്. ആലോചിച്ച് നോക്കുക, ഇത്രയും ഫെലോഷിപ്പ് കൊടുക്കുന്ന ഗവൺമെൻറ് ഉണ്ട്. എത്രയോ രാജ്യങ്ങളാണ് ഫെലോഷിപ്പ് കൊടുക്കുന്നത്. നിങ്ങളുടെ ധാരണ എബ്രോഡിൽ പോകുമ്പോൾ കുറേ കാശ് ചിലവാക്കണം. കംപ്ലീറ്റ് ഫ്രീ. 3 കോടി ഫീസുള്ള MITയിൽ ഒരു കാശും കൊടുക്കാതെ പഠിച്ചിട്ടുള്ള സ്റ്റുഡൻ്റാണ്. അവിടെ ചേരുമ്പോൾ മാസ്റ്റേഴ്സ് ചേരുമ്പോൾ തന്നെ അവിടുത്തെ വെബ്സൈറ്റ് ഉണ്ടാക്കാനുള്ള പ്രോജക്റ്റ് അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ജോലിയും കിട്ടി. അപ്പോൾ പോക്കറ്റ് മണിയും കിട്ടും. പഠിച്ചുകൊണ്ട് മാത്രം ജീവിക്കാം. അതായത് പറഞ്ഞ ഓസ്ട്രേലിയയിൽ പോയിട്ട് സ്വിറ്റ്സർലാൻഡിൽ പോയിട്ട് നിങ്ങൾ ഏറ്റവും നല്ല ഭംഗിയുള്ള രാജ്യം നോക്കൂ. കുറേ ഫെലോഷിപ്പുകളുണ്ട് അവിടെയൊക്കെ. ഒരു കളക്ടർ ആവുന്നതിനേക്കാളും നല്ലതാണ് പ്രസിഡന്റിന്റെ കുക്കാവുന്നത്. ആണോ അല്ലയോ? അല്ലേ? ഇപ്പൊ നല്ലപോലെ കുക്ക് ചെയ്യാൻ അറിയുന്ന ആളുടെ ലക്ഷ്യം എന്താവണം? ഞാൻ അവിടെ എത്തണം എന്നുള്ളതാവണം. ഏറ്റവും നല്ല ബിടെക് കിട്ടുന്ന ഒരു സ്ഥലം നേവൽ അക്കാഡമിയാണ്. അവിടെ ചേർന്ന് കഴിഞ്ഞാൽ സ്റ്റുഡൻ്റ് ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ശമ്പളത്തോടടക്കം ഏകദേശം 40,000 രൂപയുടെ ബെനിഫിറ്റ് കിട്ടും. കാരണം ഫുഡ് ഫ്രീ, താമസം ഫ്രീ, യൂണിഫോം ഫ്രീ, ഭക്ഷണം ഫ്രീ, ഏറ്റവും നല്ല ട്രെയിനിങ്ങും. ജവാനായിട്ട് പുറത്തു വരില്ലേ? NDA നാഷണൽ ഡിഫൻസ് അക്കാഡമി ചേരാൻ പറ്റുന്നതാണോ? ജോലിയോടുകൂടി ബിടെക് കിട്ടുന്നൊരു സംഭവമാണ്. ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് വേണമെങ്കിലും പഠിക്കാം. കംപ്ലീറ്റ് ചിലവ് ഗവൺമെൻറ് ആണ്. ഇനി മെഡിസിൻ ആണെങ്കിലോ AFMC പോവാം. അത് കൃത്യമായിട്ട് ആഗ്രഹമുള്ള എത്ര കുട്ടികളുണ്ട്? നമുക്ക് വളരെ കുറവല്ലേ? അങ്ങനെ ആഗ്രഹമുള്ളവരൊക്കെ നന്നായിട്ടുണ്ട്. അതുകൊണ്ട് റിസർവേഷനോ ഗവൺമെൻറ്റിൽ എൻ്റെ ലിസ്റ്റിൽ പോയി എന്നുള്ളതോ ഇതൊക്കെ വെറും ചെറിയ ചെറിയ വാക്കുകളാണ്. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ളത് ഹ്യൂമാനിറ്റീസിന് IITയിൽ കിട്ടാനാണ്. ABC മലയാളം കരിയർ ടോക്സ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസ് UK, USA, ഓസ്ട്രേലിയ 9020500700. പക്ഷേ അല്ലേ സാറേ, ഈ +2 കഴിയുമ്പോൾ ഉള്ള സ്റ്റുഡൻസിൻ്റെ ഡൗട്ട് പോലെ തന്നെ പാരൻസും ഭയങ്കര ഡൗട്ട്ഫുള്ളാണ്. കാരണം +2 കൊമേഴ്സ് എടുത്ത് പഠിച്ചൊരു കുട്ടി +2 കഴിഞ്ഞപ്പോൾ പറയാണ് എനിക്ക് അക്കൗണ്ടൻസി ഇനി പഠിക്കാൻ പറ്റില്ല, I can't go for BCom എന്ന് പറയാണ്. അപ്പോൾ പാരൻസും ആകെ കൺഫ്യൂസ്ഡ് ആണ്. അപ്പോൾ അങ്ങനെ ഇഷ്ടത്തിന് നമ്മൾ വിടണോ അതോ പാരന്റ്? നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റിയുള്ള ചില യൂണിവേഴ്സിറ്റികളിൽ MBA ഒക്കെ ക്ലാസ് എടുക്കാൻ പോയത്. ആ സമയത്ത് അവിടെ കണ്ടാൽ ഒരു 30%, ഇപ്പോഴല്ല 10 കൊല്ലം മുമ്പൊക്കെ 30% ബയോടെക് ബിടെക്കാണ്. കാരണം ബയോടെക് ബിടെക്കിന് ജോലിയില്ല. ബാക്കിയുള്ളവരൊക്കെ എഞ്ചിനീയേഴ്സാണ്. എന്തുകൊണ്ടാണ് അവർ അവിടെ വന്നത്? 2 കാരണങ്ങളാണ്. ബിടെക് 4 കൊല്ലം കഴിയുമ്പോഴത്തേക്കും അവർക്കത് മടുത്തു. കാരണം അതിൻ്റെ ഗുണം പഠിപ്പിക്കാനോ അത് പഠിപ്പിക്കുന്ന മാഷന്മാർക്ക് പകർന്നു കൊടുക്കാനോ സാധിക്കാത്തപ്പോൾ അവർ അടുത്ത കോഴ്സിലേക്ക് പോവാണ്. എന്തിനാ അവിടെ പോകുന്നത്? ഇത് ബോറടിച്ചുകൊണ്ട് അവിടെ പോകുന്നു. ഇനി അത് ബോറടിച്ചു എന്ന് പറയുമ്പോൾ അവൻ അതും മതിയാക്കും. കാരണം അതും അവൻ്റെ ടേസ്റ്റ് അല്ല, അവൻ്റെ ധാരണ. ഇപ്പോൾ MBA ഒക്കെ പോകുന്ന എത്ര കുട്ടികൾക്കറിയാം ബിസിനസ് മാത്തമാറ്റിക്സ് അറിയണമെന്ന്? ഇപ്പോൾ കൊമേഴ്സ് ബോറടിച്ചു എന്ന് പറഞ്ഞല്ലോ. കൊമേഴ്സ് ബോറടിക്കാനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ അയാൾ കൊമേഴ്സ് എടുത്തിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ്? മാത്സ് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ്. പക്ഷേ കൊമേഴ്സിൽ ഫുൾ മാത്തമാറ്റിക്സ് ആണ്. ചിലർ പറയും എനിക്ക് മാത്സ് ഇഷ്ടമാണ് പക്ഷെ ഫിസിക്സ് ഇഷ്ടമല്ല, അല്ലെങ്കിൽ കെമിസ്ട്രി ഇഷ്ടമാണ് ഫിസിക്സ് ഇഷ്ടമല്ല, ബയോളജി ഇഷ്ടമാണ് കെമിസ്ട്രി ഇഷ്ടമല്ല. ഇത് പോസിബിളേ അല്ല. കാരണം ബയോളജി പഠിച്ചിട്ട് ഡോക്ടർ ആവണമെങ്കിൽ കെമിസ്ട്രി നല്ലപോലെ പഠിക്കണം. കെമിസ്ട്രി പഠിക്കണമെങ്കിൽ ഫിസിക്സ് പഠിക്കണം. ഫിസിക്സ് ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് മാത്സ് അറിയണം. മാത്സ് അറിയാതെ ഫിസിക്സ് മാത്രം അറിയാമെന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ ഏതാണ് ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ കുട്ടികളുടെ താല്പര്യം എന്ന് പറയുന്നത് എനിക്ക് നല്ല മാത്സ് ടീച്ചർ ആണെങ്കിൽ മാത്സ് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എല്ലാവരോടും പറയാറുള്ളത് നിങ്ങൾ എന്ത് വേണമെങ്കിലും പഠിച്ചോളൂ, പക്ഷെ പഠിക്കാൻ പോകുന്ന സിലബസ് ഒന്ന് നോക്കുക. സിലബസ് ഒക്കെ അവൈലബിൾ ആണല്ലോ, ലുക്ക് അറ്റ് ഇറ്റ്. ഇത് എനിക്ക് പഠിക്കാൻ പറ്റുന്നതാണോ എന്ന് നോക്കിയിട്ട് ഇത് ചെയ്യുന്നത്. എനിക്ക് കയറാൻ അറിയാം, മരത്തിൻ്റെ ഹൈറ്റ് നോക്കിയിട്ടില്ല. അത് ഒരു 30 മീറ്റർ മുകളിലാണ് ചക്കയുള്ളതെന്ന് വിചാരിക്കുക, 30 ഫീറ്റ് മുകളിലാണെന്ന് വിചാരിക്കുക. ഞാൻ 5 ഫീറ്റേ ഇതുവരെ കയറാൻ പഠിച്ചിട്ടുള്ളൂ. അവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് എനിക്ക് അവിടെ എത്താൻ പറ്റില്ല, താഴത്ത് ഇറങ്ങാൻ പറ്റില്ല, പകുതിയിൽ കിടക്കണം. ആ അവസ്ഥയിലാണ് മിക്കവാറും ഇന്ത്യയിലെ ഏത് എഞ്ചിനീയറിംഗ് വിഷയത്തിലും കോർ എഞ്ചിനീയറിംഗിൽ ജോലി കിട്ടുന്നത് <2% ആണ്. ബാക്കിയുള്ളവർ MBA പഠിച്ചിട്ട് മാനേജർ ജോബിലേക്ക് മാറുകയാണ്. അതിനൊരു കുഴപ്പം എന്താ വെച്ചാൽ മിക്കവാറും ആൾക്കാർ ഈ ക്ലാസ്സിൽ കൊടുക്കുന്ന വിദ്യാഭ്യാസം മതി എന്നുള്ളൊരു ബോധമുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ലോകത്തിൻ്റെ ഓപ്പൺ യൂണിവേഴ്സിറ്റി സിസ്റ്റംസ്, MOOC മാസീവ് ഓൺലൈൻ ഓപ്പൺ കോഴ്സസ്, edX, കോഴ്സറ, ഉഡാമി ഇഷ്ടംപോലെ ഉണ്ട്. 1,00,000-ലധികം ഫ്രീ കോഴ്സുകൾ. ഒരു BA ലിറ്ററേച്ചർ ചെയ്യുന്നൊരു കുട്ടിക്ക് 200 എക്സ്ട്രാ കോഴ്സ് ചെയ്തിട്ടുള്ള കുട്ടികൾ എൻ്റെ കൂടെയുണ്ട്, കേരളത്തിൽ പഠിക്കുന്ന കുട്ടികൾ. ഞാൻ അവരോട് പറയും നിങ്ങളുടെ ഈ ഗ്രാജുവേഷനും ക്ലാസ്സും കോഴ്സും ഒക്കെ അവിടത്തേക്ക് നിർത്തുക. അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒന്നും പഠിക്കാതെ പോയാലും പരീക്ഷ പാസ്സാവും.
പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് ഗ്രാജുവേഷൻ തീരുമ്പോഴത്തേക്കും കുറേ കോഴ്സുകൾ ചെയ്യാം. അങ്ങനെ കോഴ്സുകൾ ചെയ്തിട്ട് അത് കേംബ്രിഡ്ജ് എന്നുണ്ട്, MIT എന്നുണ്ട്, ഏതൊക്കെ യൂണിവേഴ്സിറ്റികളുണ്ടോ അവിടെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ ഈ സർട്ടിഫിക്കറ്റൊക്കെ കാണിച്ചിട്ട് നിങ്ങളൊരു ഫെലോഷിപ്പിന് അപ്ലൈ ചെയ്താൽ അവർ നിങ്ങളെ പൊക്കിക്കൊണ്ടുപോകും. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും ഈ മാതാപിതാക്കൾക്ക് പ്രത്യേകിച്ച് ഇതിനെപ്പറ്റി നോളജ് ഇല്ലാന്ന് തോന്നിയിട്ടില്ല സാർ? നമ്മുടെയൊക്കെ ഇപ്പം ഇതിനടുത്ത് നമ്മളിപ്പോൾ ഇരിക്കുന്ന കൊച്ചിക്കടുത്തുള്ള ഒരു കോളേജിൽ ഞാൻ മാഷന്മാർക്കൊക്കെ ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട്. എഞ്ചിനീയറിംഗ് കോളേജിൽ ടീച്ചേഴ്സിനെ പഠിപ്പിക്കുന്ന ഒരു ഫാക്കൽറ്റിയാണ് ഞാൻ. അപ്പോൾ അവിടെ പോയി ക്ലാസ് ഒക്കെ എടുത്തിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരു അഡ്വർടൈസ്മെൻറ്റ് വരുന്നു. നല്ലൊരു കേരളത്തിലുള്ളൊരു മീഡിയ ആണ്, ദ ബെസ്റ്റ് കോളേജ് ഇൻ കേരള, 100% പ്ലേസ്മെൻറ്റ്, അവാർഡ് ഗോസ് ടു ദിസ് കോളേജ്. ഞാൻ ഉടനെ വിളിച്ചു വെച്ചു, ഇതെന്ത് അത്ഭുതം, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ ഇതെങ്ങനെ പഠിച്ചവർക്കൊക്കെ ജോലി കൊടുത്തിട്ടുണ്ട്. എത്ര പേർക്ക് കൊടുത്തിട്ടുണ്ട്? 3 പേർക്ക്. 150 പിള്ളേരിൽ ആകെ 3 ആളെ പാസ്സായിട്ടുള്ളൂ. ആ 3 ആൾക്കും ജോലിയും കൊടുത്തു. 100% പ്ലേസ്മെന്റ് ആയല്ലോ അല്ലേ? അപ്പൊ ഈ പ്ലേസ്മെന്റ് കൊടുത്ത മണ്ടൻ ആരാന്ന് ചോദിച്ചു. അത് ഞങ്ങളുടെ കോളേജിന്റെ ഓണർക്ക് തന്നെ 3 കമ്പനി. ഹൈദരാബാദിൽ KL യൂണിവേഴ്സിറ്റി ഹൈദരാബാദ്, KLH, ഡോക്ടർ TPS നടിക്കാം. ക്യാമ്പസ് ടു കോർപ്പറേറ്റ് എന്ന് പറഞ്ഞൊരു കോഴ്സ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് കുട്ടികൾക്ക് ജോലി കിട്ടേണ്ടത്. അവിടെ പഠിപ്പിച്ചത് 10ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സും 10ാം ക്ലാസ്സിലെ ലോജിക്കൽ റീസണിങ്, അനലിറ്റിക്കൽ സ്കിറ്റും ഇംഗ്ലീഷും കമ്മ്യൂണിക്കേഷനും ഒക്കെയാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ലാസ്റ്റ് കോവിഡ് കാലത്ത് ഞാൻ ഓൺലൈൻ പഠിപ്പിച്ച കോഴ്സാണത്. അത് ആർക്കാണ് പഠിപ്പിക്കുന്നത്? BBA, MBA, BTech, MTech എല്ലാവർക്കും ഒരേ കോഴ്സാണ്. അതൊരു പേപ്പറാണ്. അത് പഠിച്ചാൽ നിങ്ങൾക്ക് ജോലി എവിടെയെങ്കിലും കിട്ടാനൊക്കെ സാധ്യതകളുണ്ട്. ഇപ്പം ഇംഗ്ലീഷിൽ പാരഫ്രൈസിംഗ് എന്ന് പറഞ്ഞിട്ട് 7ാം ക്ലാസ് മുതലും 8ാം ക്ലാസ്സും പഠിപ്പിക്കും. അത് എന്തിനാണ് പഠിപ്പിക്കുന്നത് അറിയണ്ടേ? എനിക്ക് വലിയ ഫയലുകൾ വന്നാൽ ആ ഫയലിനെ ചെറുതാക്കി ചുരുക്കി ഒരു നോട്ട് ഉണ്ടാക്കിയിട്ട് കൊടുത്താലേ മിനിസ്റ്റർ അത് നോക്കുള്ളൂ. അതാണ് IAS ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ 7ാം ക്ലാസ്സിൽ പാരഫ്രൈസിംഗ് പഠിക്കുന്നത് നാളെ IAS ആകുമ്പോൾ ഇത് ചെയ്യാനുള്ള ഏറ്റവും ചെറിയ പാഠമാണെന്ന് ആ പഠിപ്പിക്കുന്ന ടീച്ചർക്ക് അറിയുമെങ്കിൽ അത് അവിടെ മാത്രമല്ല, ഞാൻ എല്ലാ ദിവസവും ന്യൂസ് പേപ്പർ വായിച്ചിട്ട് ചെയ്യുന്ന ശീലം ഉണ്ടാവണം. അപ്പോൾ അത്തരം ശീലങ്ങൾ കൂടി പ്രാക്ടിക്കലായിട്ട് കുട്ടികളെ പഠിപ്പിച്ചാൽ ഏത് കോഴ്സ് ചെയ്താലും നല്ലതാണെന്ന് ഞാൻ പറയാം. നിങ്ങൾ IASനുള്ള മിനിമം ക്വാളിഫിക്കേഷൻ എന്താ? ഡിഗ്രിയാണ്. അത് ഏത് ഡിഗ്രി പഠിച്ചാലും കിട്ടും. അത് കുറച്ച് സയൻസ് ഡിഗ്രി ആണെങ്കിലോ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിൽ പോവാം. എഞ്ചിനീയറിംഗ് പഠിച്ചാൽ ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസിന് പോവാം. അപ്പോൾ BTechന് ചേരുന്ന ഒരു കുട്ടിക്ക്, അതാ ഞാൻ പറഞ്ഞത്, ഒരു വണ്ടിയിൽ കയറുന്നതിന് മുമ്പ് എന്തിനാണ് BTechന് പോകുന്നത് പറയുമ്പോൾ ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടിക്ക് ആവശ്യമായിട്ട് അറിയേണ്ടത് ഞാൻ നാളെ എഞ്ചിനീയറിംഗ് സർവീസിലേക്ക് പോകാനാണ്. അപ്പോൾ ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, സിവിൽ ഈ 4 എഞ്ചിനീയറിംഗ് മാത്രമേ കോർ എഞ്ചിനീയറിംഗ് ആയിട്ട് ഇന്ത്യയിൽ ഇതുവരെ അംഗീകരിച്ചിട്ടുള്ളൂ. അവർക്ക് മാത്രമേ ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസ് പോകാൻ പറ്റുള്ളൂ. ഈ അറിവ് പോലും ഇല്ലാണ്ടല്ലേ ചേരണേ. അപ്പം ഞാനൊരു വണ്ടിയിൽ കയറുമ്പോൾ എവിടെയാ പോകണമെന്ന് അറിയാണ്ട് കയറി കഴിഞ്ഞാൽ അതാണ് BTechന് ചേരുമ്പോൾ അവരറിയുന്നത്. എന്തിനാ കയറണമെന്ന് അറിയില്ല, എവിടെയാ പോകണമെന്ന് അറിയില്ല. ഓപ്പർച്യൂണിറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് ലോകത്ത്. പക്ഷേ ഓപ്പർച്യൂണിറ്റിയും സ്കില്ലും ആറ്റിറ്റ്യൂഡും ഒരേപോലെ ചേരുമ്പോഴാണ് അവർ പെർഫോം ചെയ്യുക. എല്ലാവർക്കും അത്യാവശ്യം വേണ്ടത് ഫ്രീഡമാണ്. ആ ഫ്രീഡം ഉണ്ടാകുമ്പോഴാണ് സ്വയം ചിന്തിക്കാനും എന്താണ് വേണ്ടതെന്ന് തീരുമാനിക്കാനും ഒക്കെ സാധിക്കുക. നമ്മളങ്ങനെയല്ല, KG ആകുമ്പോഴേ തീരുമാനിക്കും നിങ്ങൾക്ക് ആരാവണം. അങ്ങനെയെങ്കിലും ആവേണ്ട കാര്യമില്ലല്ലോ. എൻ്റെ അമ്മയൊക്കെ എൻ്റെ തലയിൽ സ്ഥിരമായിട്ട് പറഞ്ഞിട്ട് അനുഗ്രഹിച്ചിട്ടുള്ളത് നാളെ നീ നന്നാവണം എന്നാണ്. എന്നുവെച്ചാൽ ഇന്ന് മോശമെന്നാണ് അർത്ഥം. നാളെ നീ നന്നാവണം എന്നാണ് പറയുക. അപ്പോൾ നാളെ നന്നാവണമെന്നല്ലേ പറയുക. അപ്പോൾ ആ ഒരു ബോധം, ആ നന്മ എന്താണ്? ഏറ്റവും ശമ്പളം കിട്ടലാണോ? ഏറ്റവും ഫേമസ് ആവലാണോ? ഇതൊന്നുമല്ല. നമ്മൾ റെസ്പോൺസിബിൾ സിറ്റിസൺസ് ആവണമെന്നാണ്. എന്താ റെസ്പോൺസിബിൾ? സമൂഹത്തിലും എൻ്റെ കുടുംബത്തിനും എന്നോടും ഒക്കെ എനിക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. റിയാക്ഷൻസ് ആണ് ഇന്നുള്ളത്. അപ്പോൾ പാരൻസ് പഠിപ്പിക്കേണ്ടത് ഹൗ ടു ബിക്കം എ റെസ്പോൺസിബിൾ സിറ്റിസൺ. അത് വിദ്യാഭ്യാസം വരുമ്പോൾ ഞാൻ റെസ്പോൺസിബിൾ ആണ്. അപ്പോൾ 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും കഴിയുമ്പോൾ എന്തെടുക്കണമെന്ന് ചോദിക്കുന്നവരൊക്കെ എനിക്ക് സഹതാപം തോന്നാറുള്ളത്. ഈ ബഫയൊക്കെ വെച്ചിട്ടും നിങ്ങൾക്ക് റെസ്പോൺസിബിളായിട്ട് സ്വന്തം തീരുമാനം, സ്വന്തം ഫ്രീഡത്തോടു കൂടി എനിക്കിത് പഠിക്കണം എന്ന് പറഞ്ഞ് ഇതാണ് എനിക്ക് പഠിക്കേണ്ടത്, മാത്സ് ആണ് എനിക്ക് പഠിക്കേണ്ടതെന്ന് പറഞ്ഞു വരുന്ന ആരുമില്ല ഇപ്പോൾ. പക്ഷേ സാർ ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സ്വന്തമായിട്ട് തീരുമാനം ഉണ്ടായിരുന്ന ഒരു കുട്ടിയാണ്. +2 എൻട്രൻസ് എക്സാം എഴുതി അച്ഛൻ്റെ അമ്മയുടെ നിർബന്ധപ്രകാരം ഒരു 3000 റാങ്ക് ലിസ്റ്റിൽ വന്നു. BSc നഴ്സിംഗ് കിട്ടും അവൾക്ക്. പക്ഷേ അവളുടെ സ്വന്തം തീരുമാനപ്പുറത്ത് അവൾ മെഡിസിനും എഞ്ചിനീയറിംഗ് ഇതൊന്നും വേണ്ടാന്ന് വിചാരിച്ചിട്ട് അവൾ BA ഇംഗ്ലീഷിന് ചേരുകയാണ്. അപ്പോൾ അവൾക്കൊരു അംബീഷൻ ഉണ്ടായിരുന്നു, BA കഴിഞ്ഞ് MA കഴിഞ്ഞ് നെറ്റ് എഴുതി ഏതെങ്കിലും സർക്കാർ കോളേജിൽ കയറണം എന്നുള്ളത്. പക്ഷേ അവിടെയും നമ്മുടെ ഗവൺമെൻറ് സിസ്റ്റം അവൾക്ക് എതിരായി പോയി. കാരണം ഇവൾ എഴുതിയ ടോപ്പ് ലിസ്റ്റിൽ വന്നാൽ പോലും ആ റാങ്ക് ലിസ്റ്റ് ക്യാൻസൽ ചെയ്ത് കളയുന്ന ഒരു സിസ്റ്റമാണ് നമുക്ക് ഇന്നുള്ളത്. അപ്പോൾ ആ കുട്ടിയുടെ അംബീഷൻ ആണോ അവിടെ ഇല്ലാണ്ടായത്, അതോ അച്ഛനും അമ്മയും ഡോക്ടർ ആവണമെന്ന് പറഞ്ഞ് ഈ രണ്ടും കൂടി ഇതൊരു വല്ലാത്ത ചോദിക്കുന്നത്. നമ്മുടെ ഏറ്റവും വലിയൊരു കുഴപ്പം എന്താ അറിയോ? ഗവൺമെൻറ് ജോലി കിട്ടിയാലേ എല്ലാം ആവുള്ളൂ എന്നുള്ള ധാരണയാണ്. ഒരു നല്ല ബ്രൈറ്റായിട്ട് ഇംഗ്ലീഷ് ഗ്രാജുവേഷൻ പഠിച്ചിട്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിച്ചിട്ടുള്ള ആളെ
നിങ്ങൾ ഏത് കോളേജിൽ കിട്ടുന്നതിനേക്കാളും 5 മടങ്ങ് ശമ്പളത്തിൽ ഗൂഗിൾ എടുക്കും. പക്ഷേ ഇംഗ്ലീഷ് അറിയണം. മനസ്സിലായോ? അത് കഴിഞ്ഞ് സീഫൽ പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷ് ഫോറിൻ ലാംഗ്വേജ്, അവിടെ PhDക്ക് ചേരുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് എ ഫെലോഷിപ്പ് ഈക്വലൻ ടു വാട്ട് എവർ ജോബ് യു ഗെറ്റ് ഇൻ കേരള. അതിനേക്കാളും കൂടുതൽ ശമ്പളം അവിടെ കിട്ടും. എന്തേ പോവാത്തത്? അറിയില്ല. അല്ല, അതുകൊണ്ടല്ല, എനിക്ക് എൻ്റെ നാട്ടിൽ അടുത്ത ഗവൺമെന്റ് അതെ അതിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ചാടണം. ഇപ്പം ഞാൻ ചോദിക്കുന്ന കേരളത്തിൽ എത്ര കുട്ടികൾക്കറിയാം ടീച്ചർ ആവണം എന്നാണ് ആഗ്രഹം? റീജിയണൽ സെന്റർ ഓഫ് എഡ്യൂക്കേഷൻ മൈസൂർ ഇരിപ്പുണ്ട്. അത് നാഷണൽ സെന്റർ ആണ്. അറിയോ എൻ്റെ കുട്ടിക്ക്? ആ, ഞാൻ പല സ്ഥലത്തും പോയിട്ട് ഒരു നല്ല ടീച്ചറെ കണ്ട ഉടനെ ചോദിക്കും ഏത് റീജിയണൽ സെന്റർ ഓഫ് എഡ്യൂക്കേഷനാണ് പഠിച്ചതെന്ന്. അവർ BSc ഫിസിക്സ് വിത്ത് B.Ed 5 വർഷത്തെ കോഴ്സ് പാസ്സായിട്ടുള്ള ഒരു ഫിസിക്സ് ടീച്ചറെ കണ്ടാൽ ഞാൻ പറയും അവർ സെൻട്രൽ സിലബസിൽ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ വന്ന ആളാണെന്ന്. ആ ഗുണം അവരിലുണ്ടാവും. അങ്ങനെ പഠിപ്പിക്കുന്ന നല്ല ലൈബ്രറിയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അവരിന്ന് പഠിച്ചത് B.Ed വിത്ത് BSc ഫിസിക്സ്, അത് കഴിഞ്ഞ് MSc ഫിസിക്സ് കഴിഞ്ഞിട്ട് ബിർള സയൻസ് സെൻറ്ററിൻ്റെ ചീഫായിട്ടുള്ള ഡയറക്ടറായിട്ടുള്ള ആളെ എനിക്കറിയാം. അവരെ കാണുമ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ ഇവിടുന്ന് വന്ന ആളാണ്. അത്രയും ക്വാളിറ്റി ഉണ്ടാക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്കുണ്ട്. കേരളത്തിൽ എത്ര പേർക്ക് അറിയാം? എത്ര ടീച്ചർമാർക്കറിയാം? ഞാൻ പറയുന്നത് മിനിമം ഇന്ന സ്ഥലത്താണ്. ഞാനൊരു കുട്ടിയോട് ഞാൻ അപ്ലൈ ചെയ്യാൻ പറഞ്ഞു, പഠിപ്പിക്കാനാണ്. വളരെ സന്തോഷം തോന്നി കേട്ടോ. എൻ്റെ നാട്ടിനടുത്തുള്ള ഒരു കുട്ടി, അവർക്ക് ടീച്ചർ ആവാനാണ് ആഗ്രഹം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഇതിൻ്റെയൊക്കെ ഡേറ്റും ഏകദേശമൊക്കെ ഞാൻ നോക്കി വെക്കുന്നൊരു ആളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അപ്ലൈ ചെയ്തോളൂ. ഇന്ന് ബുധനാഴ്ചയാണ്, വെള്ളിയാഴ്ചയാണ് ലാസ്റ്റ് ഡേറ്റ്. അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. അവൾക്കൊരു അപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാൻ അറിയില്ല. 12ാം ക്ലാസ് പഠിച്ചൊരു കുട്ടിക്ക് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാൻ ഒരു അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാൻ അറിയില്ല. ഒരു ബാങ്കിൽ പോയിട്ട് സ്വന്തം ഒരു അക്കൗണ്ട് തുടങ്ങാൻ അറിയില്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ കുറ്റം ആരെയാണ് പറയേണ്ട പറ? അതുകൊണ്ട് ടീച്ചർമാർക്കറിയോ? അടുത്ത കാലത്ത് ഒരു സ്കൂളിൽ പോയിട്ട് ടീച്ചർമാരോട് ഞാൻ ചോദിച്ചത് 5 രാജ്യങ്ങളും അതിൻ്റെ ക്യാപിറ്റലും അറിയുന്ന ഒരാൾ ആരുമില്ല. ആ സ്കൂളിൽ ഒരു ടീച്ചർക്ക് പോലും 5 രാജ്യങ്ങളും ക്യാപിറ്റൽസും അറിയില്ല. ഇതാണ് നമ്മുടെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസം. ഇംഗ്ലീഷ് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ ഒരാൾക്ക് ലണ്ടനിൽ പോയിട്ട് ഫെലോഷിപ്പോടുകൂടി ചെയ്യാൻ പറ്റുന്ന എത്ര പ്രോഗ്രാം ഉണ്ടെന്നറിയോ? ഗവൺമെൻറ്റാണ് കൊടുക്കണ കാശ്. എനിക്കറിയുന്ന ഇംഗ്ലീഷ് പ്രൊഫസർമാരുണ്ട് കേരളത്തിൽ. ഒറ്റപ്പാലത്തുകാരൻ 40 കൊല്ലം ബ്രിട്ടീഷുകാരെ ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ടുള്ള ആളാണ് അയാൾ. അദ്ദേഹത്തിന് എത്ര ഫെലോഷിപ്പ് കൊടുക്കാൻ പറ്റുമെന്നറിയോ? ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പക്ഷെ നമ്മളിതൊന്നും ഓപ്പൺ അല്ല. കേരളത്തിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷനിലും DSTയിലും CSIRലും ICPRലും ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫിലോസഫിക്കൽ റിസർച്ച്, ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ച്, ഓരോന്നിലും ഫെലോഷിപ്പുകളുണ്ട്. ആ ഫെലോഷിപ്പുകൾക്ക് അപ്ലൈ ചെയ്യാനുള്ളൊരു പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കാൻ പോലും വിവരമില്ല അവിടുത്തെ മാഷന്മാർക്ക്. അങ്ങനെ ഒരു ഫെലോഷിപ്പ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ആർക്കെങ്കിലും സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ കീഴിൽ PhDക്ക് കുട്ടികളെ എടുക്കാം. നെറ്റ് പാസ്സായിട്ടുള്ളൊരു കുട്ടി എന്ന് പറയുന്നത് നമ്മൾ എവിടേക്ക് എത്തിക്കാമെന്നറിയോ? യു ക്യാൻ ഗോ ടു PhD. നിങ്ങൾക്ക് ഏത് ജോലിയിൽ കിട്ടുന്നതിനേക്കാളും കൂടുതൽ ശമ്പളം കിട്ടും. അപ്പോൾ നമ്മുടെ ഈ ചെറിയൊരു ലോകത്ത് നിന്നും വലിയൊരു ലോകം പുറത്തുണ്ട്. അത് ഇന്ന് വളരെ എളുപ്പമാണ്. എന്തൊക്കെ ഫിംഗർ ടിപ്പിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറയാം. എത്ര കോഴ്സുകളുണ്ടെന്ന് പറയാം. വിവിധമായിട്ടുള്ള കോഴ്സുകളില്ലേ? ആ കോഴ്സിലൊക്കെ പോകാൻ പറ്റുമല്ലോ. എത്ര ഫണ്ടിങ്, എത്ര യൂണിവേഴ്സിറ്റികൾ, എത്ര കോഴ്സുകൾ. പലരും ചോദിക്കുന്നതാണ് എന്ത് പഠിച്ചാലാണ് എനിക്ക് ജോലി കിട്ടുക? എന്ത് പഠിച്ചാലും നിങ്ങൾക്ക് ജോലി കിട്ടും. അപ്പോൾ ഓരോ സ്ഥലത്തും ഇപ്പോൾ എൻ്റെയൊക്കെ ഒരു ആഗ്രഹം, ഞാൻ +1 +2 കഴിഞ്ഞു, അറിയാതെ BScക്ക് ചേർന്ന് പോയി. MScക്ക് കൊച്ചിൻ യൂണിവേഴ്സിറ്റി പോകണമെന്നൊന്നും വിചാരിച്ചതല്ല. ഞാൻ 3 യൂണിവേഴ്സിറ്റികളിലാണ്, എൻ്റെ 3 കോളേജിലാണ് ഞാൻ ഗ്രാജുവേഷൻ പഠിച്ചത്. ചാടി പോയിട്ടുണ്ട്. MScക്ക് ആദ്യം പഠിച്ചത് കോഴിക്കോടായിരുന്നു. അവിടുന്ന് ദേവഗിരി കോളേജിൽ ഞാൻ ഇങ്ങോട്ട് ചാടി. എന്താ, സാധാരണ കോളേജിനേക്കാളും നല്ലത് യൂണിവേഴ്സിറ്റിയാണെന്ന് അറിഞ്ഞിട്ടാണ്. മിക്കവാറും ആൾക്കാർ എന്താ ചെയ്യുക, ഏതായാലും തുടങ്ങിയില്ലേ, കോളേജ് തന്നെയല്ലേ, MSc തന്നെയല്ലേ. ഞാനത് വിചാരിച്ചില്ല. MScക്ക് പോകുമ്പോൾ യൂണിവേഴ്സിറ്റി ലെവലിൽ പോയാലേ എനിക്ക് കുറേ റിസർച്ചേഴ്സിനെ കാണാൻ പറ്റുള്ളൂ. ആ റിസർച്ചേഴ്സിനെ കാണുമ്പോഴേ എനിക്ക് റിസർച്ചിലേക്കുള്ളൊരു താല്പര്യം ഉണ്ടാവുള്ളൂ. പക്ഷെ അന്ന് റിസർച്ച് ആയിരുന്നില്ല എൻ്റെ താല്പര്യം. എനിക്ക് സിവിൽ സർവീസ് ആയിരുന്നു താല്പര്യം. അന്ന് മാഷന്മാർ പിടിച്ച് നല്ലോണം വഴക്ക് പറഞ്ഞു. മാത്സ് പഠിക്കാനാണ് വന്നാൽ മാത്സ് പഠിക്കുക, സിവിൽ സർവീസ് വിടുക. ശരി, മാത്സ് പഠിച്ചു. പക്ഷേ അന്നും എൻ്റെ ഉള്ളിലുള്ള സിവിൽ സർവീസിൻ്റെ ഒരു ആഗ്രഹം പോയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ സയൻറ്റിസ്റ്റ് ആയിട്ടിരുന്ന ഒരാൾ ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിലേക്ക്, കാരണം ഏറ്റവും വലിയ പദവി എന്ന് പറയുന്നത് ക്യാബിനറ്റ് സെക്രട്ടറിയാണ്, അവരുടെ ഓഫീസിൽ എത്തുക എന്നുള്ളത് ഒരു വലിയൊരു ഡ്രീമാണ്. പക്ഷെ അത് ഭഗവാന്റെ കടാക്ഷം കൊണ്ട് അറിയാതെ എനിക്ക് അവിടെ എത്താൻ പറ്റി. അവിടെ എത്തിയ സമയത്ത് പലരും ചോദിക്കുന്നത് ഏത് ബാച്ചിൽ IPS ആണ്, ഏത് ബാച്ചിൽ IAS ആണെന്ന് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. കാരണം അവർക്കൊന്നും പ്രതീക്ഷിക്കില്ല അതല്ലാത്തൊരാൾ ഈ പൊസിഷനിൽ എത്തുന്നു. അപ്പോൾ നമുക്ക് എപ്പോഴും പറയാറുണ്ട്, നമുക്കൊരു ഇൻറ്റൻഷൻ വളരെ ക്ലിയർ ആണെന്ന് വിചാരിക്കാം.
ആ വഴി കൃത്യമായിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റും. പക്ഷെ നമുക്ക് ഇൻറ്റൻഷൻ വളരെ ക്ലിയർ അല്ല. എന്തുകൊണ്ടാണ് സിവിൽ സർവീസിൽ കേരളത്തിലെ ആൾക്കാർക്ക് കിട്ടാത്തതെന്ന് ചോദിച്ചാൽ ആ ഇൻറ്റൻസീവായിട്ട് ഇൻറ്റൻഷനോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരില്ല. നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലെങ്കിലും ഉണ്ടാക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? ഒരാളുടെ ഭാഷ കേട്ടാൽ നമുക്ക് അപ്പം അറിയാലോ, അവരുടെ ഒരു ക്വാളിറ്റി നമുക്കറിയാം. ഇത് പഠിച്ച് ബൈഹാർട്ട് പഠിച്ച് പറയുന്നതാണോ അനുഭവത്തിലൂടെ പറയുന്നതാണോ നമുക്കറിയാം. കമ്മ്യൂണിക്കേഷൻ മോശമാണ്, ഇംഗ്ലീഷ് മോശമാണ്, ഇതിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല, വളരെ എളുപ്പമാണ്. പിന്നെ രണ്ടാമത് ഈ പറഞ്ഞിട്ടുള്ളത്, എന്നെ ഗവേൺ ചെയ്യുന്നത് എൻ്റെ ഫാമിലിയാണ്. എനിക്കെന്തൊക്കെയോ ആഗ്രഹങ്ങളുണ്ട് അല്ലേ, ഉണ്ട്. എൻ്റെ ഫാമിലി എന്നെ അതൊക്കെ പൊള്ളത്തര. കൃത്യമായിട്ടുള്ളൊരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഇൻറ്റൻഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പാരൻസിനെയൊക്കെ, ഇപ്പോൾ എനിക്കറിയാം BSc പഠിക്കുന്ന സമയത്ത് വിക്ടോറിയ കോളേജിൽ ക്ലാസ്സിന് പോയ സമയത്ത് ഒരു കുട്ടി പറഞ്ഞു എനിക്ക് MScക്ക് നല്ല കോളേജ്, ഞാൻ പറഞ്ഞു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ. അയ്യോ അവിടെ നിന്ന് അപ്ലൈ ചെയ്താൽ എൻ്റെ ഉമ്മ വിടില്ല. ഞാൻ പറഞ്ഞു നീ അപ്ലൈ ചെയ്തിട്ട് അഡ്മിഷൻ മേടിക്കും ആദ്യം, എന്നിട്ടല്ലേ രണ്ടാമത്തെ കാര്യം. കാരണം എൻട്രൻസ് എക്സാം ഒക്കെ പാസ്സാവണ്ടേ, അത് കഴിഞ്ഞിട്ടാലോ. എൻട്രൻസ് എക്സാം പാസ്സായി കിട്ടി, ഞാൻ പറഞ്ഞു പോ, വിടില്ല, ഒളിച്ചോടി പോ. ഞാൻ പറഞ്ഞത് തെറ്റായ കാര്യങ്ങൾക്കൊന്നും അല്ലല്ലോ പോകുന്നത്. നിർബന്ധിച്ചിട്ട് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുക, പറ്റില്ല. ഞാൻ വിളിച്ച് പറഞ്ഞു ഈ കുട്ടിയെ പറഞ്ഞേക്കണം എന്ന് പറഞ്ഞു, പോയി. അവൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലാണ് മാസ്റ്റേഴ്സ് ചെയ്തത്. സാധാരണ കോളേജിൽ മാസ്റ്റേഴ്സ് ചെയ്യുന്നതും സെൻട്രൽ യൂണിവേഴ്സിറ്റി മാസ്റ്റേഴ്സ് ചെയ്യുന്നതും എൻറ്റയർലി ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അപ്ലൈ ഇല്ല. നമ്മൾ ആകെ ചെയ്യുന്ന എന്താണ്, ആരോ ഒരാൾ പറഞ്ഞു ഇന്നതാണ് അപ്ലൈ ചെയ്യേണ്ടത്, അവിടെ ഏതാണോ ബിഗ് ക്യൂ അവിടെ മാത്രമാണ് നമ്മൾ പോവുക. വലിയ ക്യൂവിലല്ല പോകേണ്ടത്. BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിച്ച് നല്ല കഴിവുള്ള ഒരാൾക്ക് IAS എഴുതാമല്ലോ, എന്ത് എഴുതാഞ്ഞത്? അപ്പോൾ ആ വിവരമില്ലാന്ന് സമ്മതിച്ചു. അപ്പോൾ ഗ്രോ ബിയോണ്ട് യുവർ ലിമിറ്റ്, അതാണ് അത്യാവശ്യമായിട്ട് വേണ്ടത്.